കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിരവധി സ്ഥലങ്ങൾ നിലവിൽ ത്രികോണ പോരാട്ടങ്ങൾ വളരെ കടുത്തതായി നടക്കുന്ന സ്ഥലങ്ങൾ നിലവിൽ കേരളത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു സ്ഥലം തന്നെയാണ് തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലം. തൃശ്ശൂരിൽ ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? തെരഞ്ഞെടുപ്പ് പടിവാതിൽകൾ എത്തി നിൽക്കെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് സർവേ റിസൾട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, ചില കണക്ക് കൂട്ടലുകളൊക്കെ തന്നെയും പുറത്തു വരുന്ന സാഹചര്യത്തിൽ തൃശ്ശൂർ പോലുള്ള സ്ഥലത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണ്? അതായത് തൃശ്ശൂരിലെ 13 നിയമസഭാ മണ്ഡലങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, അട്ടിമറികൾ എന്താണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ സർവേയിലൂടെ ഇപ്പോൾ നോക്കാനായി പോകുന്നതെന്ന് പറയുന്നത്. ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, ഇരിഞ്ഞാലക്കുട, പുതുകാട്, ചാലക്കുടി, കയ്പമംഗലം, വടക്കാഞ്ചേരി, കുന്നംകുളം, ചേലക്കര, ഇവിടങ്ങളിലൊക്കെ തന്നെയും എന്ത് അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും ഭൂരിഭാഗം സീറ്റുകളിലും LDFിൻ്റെ ഒരു തേരോട്ടം തരംഗം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ അത് 2024 ആയപ്പോഴത്തേക്കും അവിടെ BJP ഒരു തരംഗമുണ്ടാക്കി, ഒരു നേട്ടമുണ്ടാക്കി. അവിടെ BJPക്ക് ഒരു MP ഉണ്ടായി, കേന്ദ്രമന്ത്രി ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അവിടെ UDFനും LDFനും ഒരുപോലെ നഷ്ടമുണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. ഇത് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും അവിടെ UDF നേട്ടമുണ്ടാക്കി, കോർപ്പറേഷൻ ഭരണം അവിടെ UDF പിടിച്ചെടുക്കുന്ന തരത്തിലോട്ട് മാറി. അവിടെയും LDFന് തിരിച്ചടി ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു. അപ്പോൾ 3 തിരഞ്ഞെടുപ്പുകളിലും 2021 അവിടെ LDF നേട്ടമുണ്ടാക്കി, BJPക്കും UDFനും തിരിച്ചടി ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. 2024 അവിടെ BJP നേട്ടമുണ്ടാക്കി, എന്നാൽ അവിടെ LDFനും UDFനും തിരിച്ചടി ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ UDF നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. BJPക്ക് നേരത്തെ ഉണ്ടായിരുന്ന സീറ്റുകളെക്കാട്ടിലും 2 സീറ്റുകൾ അധികം കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. പക്ഷേ LDFന് തിരിച്ചടി ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അതായത് ഭരണം നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ഉണ്ടായി. പക്ഷേ ഇത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ഈ സ്ഥലങ്ങൾ, അതായത് ഈ 13 നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും വളരെയധികം വ്യക്തമാണ് അട്ടിമറി സംഭവിക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സർവേ റിസൾട്ട് നോക്കുമ്പോൾ LDFന് സീറ്റ് കുറയുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. UDFന് സീറ്റ് കൂടും. BJPക്ക് തൃശ്ശൂർ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്നാണ് സർവേ റിസൾട്ട് വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് ഓരോ സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും അത് വ്യക്തമായി പ്രകടമാവുന്ന ഒരു കാര്യമാണ്. പല സ്ഥലങ്ങളിലും ടൈറ്റ് ഫൈറ്റാണ് ഈ സർവേ റിസൾട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്നത് തൃശ്ശൂരാണ്. ഒരു കടുത്ത ത്രികോണ പോരാട്ടമാണ്. പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. പക്ഷേ അവിടെ നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് അവിടെ BJPക്കാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഗുരുവായൂർ നോക്കുമ്പോഴത്തേക്കും അവിടെയും ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറും. അവിടെ തീർച്ചയായിട്ടും BJPക്ക് വോട്ട് കൂടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ UDF LDF ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഗുരുവായൂർ നിലവിലത്തെ സാഹചര്യത്തിൽ ആ സീറ്റ് പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അവിടെ ഒരു നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം നിലവിലത്തെ സാഹചര്യത്തിൽ LDFനെ കാണുന്നു. മണലൂരിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിലവിൽ LDF ആണ്. അവിടെയും ഒരു ടൈറ്റ് ഫൈറ്റാണ്. കാര്യങ്ങൾ മാറി മറിയാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറും. ഒല്ലൂരിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും ഒരു ത്രികോണ പോരാട്ടമായിട്ട് കാര്യങ്ങൾ മാറാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. BJPക്ക് വോട്ട് കൂടും, LDFന് വോട്ട് കുറയാനാണ് സാധ്യത കാണുന്നത്. ഒരു അട്ടിമറി അവിടെ പ്രതീക്ഷിക്കാം. ഇനി നാട്ടികയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും തീർച്ചയായിട്ടും ഒരു ത്രികോണ പോരാട്ടമായി കാര്യങ്ങൾ മാറും. പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനുള്ള സാധ്യത നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ഇരിഞ്ഞാലക്കുടയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും തീർച്ചയായിട്ടും BJP സംബന്ധിച്ചോളം വോട്ട് ഷെയർ ഉയർന്നിട്ടുണ്ട്. അവിടെ തീർച്ചയായിട്ടും ഈ പറയുന്ന തോതിൽ സീറ്റ് മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. UDFിലേക്ക് സീറ്റ് പോകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പുതുകാടിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും തീർച്ചയായിട്ടും ഒരു അട്ടിമറി സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒരു പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുകയും അവിടെ തീർച്ചയായിട്ടും ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. കൊടുങ്ങല്ലൂരിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും BJP വോട്ടുകൾ നിർണായകമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അവിടെ തീർച്ചയായിട്ടും LDFന് നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം കാണുന്നുണ്ട്. ഇനി ചാലക്കുടിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് UDF ആണ്. അവിടെ UDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നു. കയ്പമംഗലം LDF ആണ്. അവിടെ LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നു. വടക്കാഞ്ചേരി LDF ആണ്. അവിടെ തീർച്ചയായിട്ടും LDF ഒരു ടൈറ്റ് ഫൈറ്റ് പ്രതീക്ഷിക്കാം. അവിടെ പക്ഷേ LDFന് ഒരു മുൻതൂക്കം കാണുന്നുണ്ട്. കുന്നംകുളത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ LDF ആണ് നിലവിൽ. ആ സീറ്റ് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നു. ചേലക്കരയിലേക്ക് വരുമ്പോഴത്തേക്കും LDFന് വോട്ട് കുറയാനായിട്ടുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത്. BJP വോട്ടുകൾ കൂടും, UDF വോട്ടുകൾ കൂടും. പക്ഷേ ആ സീറ്റ് നേരിയ
നേരിയ തോതിലെങ്കിലും LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ LDF വോട്ടുകൾ പലയിടത്തും കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നു, സീറ്റുകൾ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യത കാണുന്നു, UDF വോട്ടുകൾ കൂടാനും ചില സീറ്റുകൾ പിടിക്കാനുമായിട്ടുള്ള സാധ്യത കാണുന്നു, BJPക്കും സീറ്റുകൾ കിട്ടാനായിട്ടുള്ള സാധ്യത കാണുന്നു. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ 13 നിയമസഭാ സീറ്റുകളിൽ LDFനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5-6 സീറ്റുകളിലേക്ക് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനാണ് സാധ്യത തൃശ്ശൂരിൽ കാണുന്നത്. ഇനി നേരെ മറിച്ച് UDFിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് നിലവിലുള്ള സീറ്റ് അല്ലാതെ തന്നെയും ഒരു 4 സീറ്റെങ്കിലും മിനിമം അവിടെ നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നതെന്ന് പറയുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 സീറ്റുകളിൽ വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിൽ തൃശ്ശൂർ ഏറ്റവും കൂടുതൽ വിജയസാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് ഈ ഒരു സർവേ വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം എന്തുതരം അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത്. ടൈറ്റ് ഫൈറ്റാണ് കാര്യങ്ങളെങ്കിൽ പോലും പലതരത്തിലുള്ള അട്ടിമറിയും സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് BJPക്ക് അനുകൂലമാകുമോ, UDFിന് അനുകൂലമാകുമോ, LDFിന് അനുകൂലമാകുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല.